ജന്മദിനത്തിൽ ചലച്ചിത്ര പിന്നണി ഗായകൻ സൈനോജിനെ അനുസ്മരിച്ച് ജന്മനാട് പിറവം സപ്തസ്വര കലാ സാംസ്കാരിക സംഘടനയുടെയും പുരോഗമന കലാസാഹിത്യ സംഘം കക്കാട് യൂണിറ്റിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച അനുസ്മരണം നെച്ചൂർ ആർ സതീശൻ ഉദ്ഘാടനം ചെയ്തു. കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം. എനിക്ക് പാടാനൊരു പാട്ടിലുണ്ടൊരു പെണ്ണ്, ഇവർ വിവാഹിതരായി എന്ന ചിത്രത്തിലെ ഈ സൂപ്പർ ഹിറ്റ് ഗാനത്തിലൂടെ മലയാള സംഗീത ആസ്വാദകരുടെ മനസ്സിൽ ഇടം നേടിയ ഗായകനാണ് സൈനോജ്. സൈനോജിന്റെ 15ാം ചരമദിനത്തിൽ പിറവം സപ്തസ്വര കലാ സാംസ്കാരിക സംഘടന, പുരോഗമന കലാസാഹിത്യ സംഘം കക്കാട് യൂണിറ്റ്, കക്കാട് ഗ്രാമീണ വായനശാല എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് അനുസ്മരണം സംഘടിപ്പിച്ചത്. അനുസ്മരണ ചടങ്ങ് നെച്ചൂർ ആർ സതീശൻ ഉദ്ഘാടനം ചെയ്തു. മധ്യമാവധി രാഗത്തിൻ്റെ കാസറ്റ്, അന്ന് അതാണല്ലോ കാസറ്റാണല്ലോ, ആ കാസറ്റ് കൊടുത്ത് നീ നിനക്ക് നോക്ക്, ജസ്റ്റ് ഒന്ന് കേട്ട് നോക്ക്, പാടാൻ പറ്റുമെങ്കിൽ പാടാൻ പറഞ്ഞു. സത്യം പറഞ്ഞാൽ അത് ഒപ്പിയെടുത്ത് അതുപോലെ തന്നെ ആ സംഗീതം പാടിയ അതേ രാഗം ആ മത്സരത്തിനവൻ പാടിയെന്നുള്ളതാണ്. ഒരു സ്വരസ്ഥാനം പോലും തെറ്റാതെ അന്ന് ഞാൻ അവൻ്റെ കഴിവിനെ ഞാൻ അളന്നു. തുടർന്ന് ഗാനസന്ധ്യയും അരങ്ങേറി. പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ കൗൺസിൽ അംഗം PK ഭുവനചന്ദ്രൻ ചടങ്ങിൽ അധ്യക്ഷനായി. മേള സെക്രട്ടറിയും ചരിത്രകാരനുമായ S മോഹൻദാസ്, സപ്തസ്വര കലാ സാംസ്കാരിക സംഘടനാ പ്രസിഡന്റ് MV മോഹനൻ, പത്രപ്രവർത്തകൻ PS രാജേഷ്, സപ്തസ്വര കലാ സാംസ്കാരിക സംഘടനാ സെക്രട്ടറി സജികുമാർ ചാത്തൻകുഴി, അശോകൻ നെച്ചൂർ, കക്കാട് ഗ്രാമീണ വായനശാല വൈസ് പ്രസിഡന്റ് എബിൻ T വർഗീസ് എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. നമ്മുടെ ജീവിതത്തിലെ ഒരാളെ അനുസ്മരിക്കാൻ തയ്യാറാകുന്നത് മറ്റു മനുഷ്യരിൽ നിന്ന് വ്യത്യസ്തമായ എന്തോ ഭാവം അവരിൽ ഉൾക്കൊള്ളുന്നുകൊണ്ടാണ് നമ്മൾ അവരെ അനുസ്മരിക്കുന്നത്. സൈനോജിനെ നമ്മൾ അനുസ്മരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ സംഗീതത്തിലുള്ള വാസനയും അത് നമുക്ക് നൽകിയ സംഭാവനകളുമാണ്. പിറവം നഗരസഭ സ്ഥിരം സമിതി അധ്യക്ഷ ജൂബി പൗലോസ്, കൗൺസിലർമാരായ ഷെബി ബിജു, R പ്രശാന്ത്, P ഗിരീഷ് കുമാർ എന്നിവർ പിറവം ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ ലളിതഗാനം, ശാസ്ത്രീയ സംഗീതം എന്നീ ഇനങ്ങളിൽ 1ാം സ്ഥാനം നേടിയ കുട്ടികളെ അനുമോദിച്ചു. ലളിത സംഗീതത്തിന് ശ്രുതി ബോക്സ് വെച്ചിട്ട് ഇലക്ട്രോണിക് ശ്രുതി ബോക്സ് അന്ന് വളരെ ചുരുക്കമായിട്ട് ഇറങ്ങിയിട്ടുള്ളൂ. മദ്രാസിൽ, ചെന്നൈയിൽ സംഗീതം പഠിക്കുന്ന കുട്ടികളുടെ കയ്യിൽ, അല്ലെങ്കിൽ തൃപ്പൂണിത്തുറ RLV പഠിക്കുന്നവരുടെ കയ്യിൽ, അങ്ങനെയുള്ള വളരെ മ്യൂസിക് പാഷനറ്റ് ആയിട്ട് കൊണ്ടു നടക്കുന്ന ആളുകളുടെ മാത്രമാണ് ഇലക്ട്രോണിക് ശ്രുതി ബോക്സ് ഉണ്ടാവുക. അത് ബാറ്ററിയിലാണ് വർക്ക് ചെയ്യുന്നത് പെർഫെക്റ്റ് ആയിട്ട്. ഇന്നിപ്പം മൊബൈലിൽ വരെ നമുക്ക് തമ്പുര ശ്രുതിയൊക്കെ കിട്ടും. ഈ ഇലക്ട്രോണിക് ശ്രുതി വെച്ചിട്ട് ശ്രുതി ചേർത്ത് ലളിത സംഗീതം ആലപിക്കുന്ന മെലിഞ്ഞ കൊലുന്നിനെയുള്ള നീല ജീൻസും വെള്ള ഷർട്ടും ഇട്ട സൈനോജിനെ എനിക്ക് അന്ന് നമ്മുടെ മനസ്സിൽ അന്ന് കയറിയ രൂപമാണ്. ന്യൂസ് ബ്യൂറോ ഐ വിഷൻ പിറവം. IT രംഗത്ത് തൊഴിലുറപ്പാക്കാം കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലൂടെ. IT മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള 3 മാസത്തെ CCNA നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം. നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം. ISP സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോടുകൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന 100% പ്ലേസ്മെന്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു. രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ. കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, നിയർ റെയിൽവേ സ്റ്റേഷൻ, പുതുക്കാട്.